എല്ലാവർക്കും നമസ്കാരം. ഈ കൊറോണ കാലത്ത് എല്ലാവരും സുഖമായും സുരക്ഷിതമായും ഇരിക്കുന്നെന്ന് വിശ്വസിക്കട്ടെ. 9ാം സ്റ്റാൻഡേർഡിലെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നിങ്ങൾ 1ാമത്തെ യൂണിറ്റിലെ ത്രികോണ ഭാഗം പഠിച്ചു കഴിഞ്ഞു. അതിനെ അടിസ്ഥാനമാക്കി ഇന്ന് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടെത്താം. അതിനായി 1ാമത്തെ ചോദ്യം 19ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെയുള്ള ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്ന് താഴത്തെ വശത്തിലേക്ക് 2 വരകൾ വരച്ചിരിക്കുന്നു. വരകൾ താഴത്തെ വരയുടെ നീളത്തെ ഭാഗിക്കുന്ന അംശബന്ധവും ചിത്രത്തിലെ 3 ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവിന്റെ അംശബന്ധവും ഒന്ന് തന്നെയാണെന്ന് തെളിയിക്കുക. In the picture below, 2 lines are drawn from the top vertex of a triangle to the bottom side. Prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of the smaller triangles in the picture. നമ്മൾ പുസ്തകത്തിലെ പോലെ ത്രികോണങ്ങൾ വരച്ചിരിക്കുന്നു. ഇങ്ങനൊരു വലിയ ത്രികോണം, അതിൻ്റെ മുകളിലത്തെ മൂലയിൽ നിന്ന് 2 വരകൾ വരച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഇതിനെല്ലാം പേര് കൊടുക്കാം. ഇത് എ ബി സി ഡി ഇ. എ ബി ഇ എന്ന് പറയുന്ന വലിയ ത്രികോണത്തെ എ സി എന്ന വരയും എ ഡി എന്ന വരയും 3 ത്രികോണങ്ങളാക്കി 3 ചെറിയ ത്രികോണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുക. എ എന്ന വെർട്ടെക്സിൽ നിന്ന് താഴെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇതിന് എഫ് എന്ന പേര് കൊടുക്കുന്നു. എ എഫിന് എച്ച് എന്ന അതിന്റെ നീളം എച്ച് എന്ന് എടുക്കുന്നു. Let AF is the perpendicular distance from A to the base BE. ബി എന്ന പാദത്തിലേക്ക് എയിൽ നിന്നും വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ് AF. അതിന്റെ ദൂരം h എന്ന് നമ്മൾ എടുക്കുന്നു. ലെറ്റ് BC is equal to x. BC ദൂരം x എന്നും CD y എന്നും DE z എന്നും എടുത്തു കഴിഞ്ഞാൽ let BC is equal to x, CD is equal to y, DE is equal to z. Area of triangle ABC is equal to എങ്ങനെ കണ്ടുപിടിക്കാം? half into base into altitude, half into x into h, half x h. ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD, ACD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. ഹാഫ് ഇൻറ്റു y ഇൻറ്റു h, ഹാഫ് ഇൻറ്റു y ഇൻറ്റു h, ഹാഫ് y h. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹാഫ് ഇൻറ്റു z ഇൻറ്റു h. അപ്പൊ നമുക്ക് 3 ത്രികോണങ്ങളുടെ ഏരിയ കണ്ടുപിടിച്ചു. 1ാമത്തെ ത്രികോണത്തിന്റെ ഏരിയ ഹാഫ് എക്സ് എച്ച്, 2ാമത്തെ ത്രികോണത്തിന്റെ ഏരിയ ഹാഫ് വൈ എച്ച്, 3ാമത്തെ ത്രികോണത്തിന്റെ ഹാഫ് ഇസഡ് എച്ച്. ഇനി ഏരിയാസിന്റെ റേഷ്യോ അംശബന്ധം നമ്മൾ കാണിച്ചാൽ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ദ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു ഹാഫ് എക്സ് എച്ച് ഈസ് ടു half YH is to half ZH. ഇതിനകത്ത് ഈ 3 ഇതിനകത്തും 3ലും ഏത് പൊതുവാണ്? ഹാഫ് എച്ച് പൊതു ഘടകമാണ്. അത് ക്യാൻസൽ ചെയ്താൽ x is to y is to z എന്ന് കിട്ടും. അതാണ് റേഷ്യോ ഓഫ് ദ ബേസ്. അതാണ് റേഷ്യോ. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. എന്താ ഞാൻ ഒന്നുകൂടെ പറയാം. ABE എന്ന് പറയുന്ന ട്രയാങ്കിള്, അതിനെ AC എന്ന വരയും AD എന്ന വരയും 3 ത്രികോണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഞാനിവിടെ എയിൽ നിന്നും താഴത്തെ ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു, ലംബം വരച്ചിരിക്കുന്നു. അത് AF ആണ്. അതിനെ h എന്ന്, AFന്റെ നീളം h എന്ന് എടുത്തു. ഇനി BC x-ഉം CD y-ഉം DE z-ഉമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് ABCയുടെ പരപ്പളവ് ഏരിയ ഹാഫ് എക്സ് ഇൻറ്റു എച്ച്. ഇനി ACD യുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ
ഹാഫ് വൈ എച്ച്. ഇനി എ ഡി ഇയുടെ പരപ്പളവ് ഹാഫ് എച്ച് ഹാഫ് ഇസഡ് എച്ച്, ഹാഫ് ഇസഡ് എച്ച്. ഇനി അതിന്റെ അംശബന്ധം എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ത്രികോണങ്ങളുടെയും പരപ്പളവിന്റെ അംശബന്ധം എടുത്തു കഴിഞ്ഞാൽ ഹാഫ് എക്സ് എച്ച് ഈസ് ടു ഹാഫ് വൈ എച്ച് ഈസ് ടു ഹാഫ് ഇസഡ് എച്ച് ഇസിക്കൽ ടു എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്, എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. ഇതെന്ന് പറയുന്നത് ഏതിന് തുല്യമാ? താഴത്തെ ബേസിന്റെ റേഷ്യോയ്ക്ക് തുല്യ. ബേസ് ഏതൊക്കെയായിരുന്നു? എക്സ് വൈ ഇസഡ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. രണ്ടാമത്തെ ചോദ്യം. In the picture below, the top vertex of a triangle is joined to the midpoint of bottom side of a triangle, and then the midpoint of this line is joined to the other two vertices. Prove that the areas of all four triangles obtained thus are equal to a fourth of the area of the whole triangle. അതായത് ചുവടെ ഉള്ള ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ മുകളിലത്തെ മൂലയും താഴത്തെ വശത്തിന്റെ മധ്യബിന്ദുവും യോജിപ്പിച്ച ശേഷം ഈ വരയുടെ മധ്യബിന്ദുവുമായി മറ്റു രണ്ട് മൂലകൾ യോജിച്ചിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന നാല് ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1 തെളിയിക്കുക. നമുക്ക് ഇതാണ് ചോദ്യം തന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു വലിയ ത്രികോണമുണ്ട്. വലിയ ത്രികോണത്തെ 4 ത്രികോണങ്ങളാക്കി ഭാഗിച്ചതാണ് ഈ ചിത്രം നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1 വീതമായിരിക്കും ഈ ചെറിയ ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതായത് ഈ വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1 വീതമായിരിക്കും ഓരോ ചെറിയ ത്രികോണത്തിന്റെയും പരപ്പളവ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിനായി ആദ്യം നമുക്ക് ഈ ത്രികോണത്തിന് പേര് കൊടുക്കാം. വലിയ ത്രികോണത്തിന്റെ പേര് ABC എന്ന് കൊടുക്കാം. വലിയ ത്രികോണത്തിന്റെ പേര് ABC. ഇനി എ ബിയുടെ മധ്യബിന്ദു ഡി എന്ന് കൊടുക്കാം. എ ബിയുടെ മധ്യബിന്ദു ഡിയും സി ഡിയുടെ മധ്യബിന്ദു ഇയും. ഓക്കെ, ഇൻ ദ ക്വസ്റ്റ്യൻ ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എ ബിയുടെ മധ്യബിന്ദുവാണ് ഡി. ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി. സി ഡിയുടെ മധ്യബിന്ദുവാണ് ഇ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിയേ, സി ഡി എന്ന് പറയുന്ന വര എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തെ 2 തുല്യ ഭാഗങ്ങളാക്കുന്നു. എങ്ങനെയാ തുല്യ ഭാഗങ്ങളാക്കുന്നത് പറയുന്നത്? കാരണം ഡി മിഡ് പോയിന്റ് ആയതുകൊണ്ട്. ഡി മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം എന്താ, എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തെ സി ഡി എന്ന് വര 2 തുല്യ ത്രികോണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയായിരിക്കും ചെറിയ ത്രികോണങ്ങൾ ഓരോന്നിന്റെയും പരപ്പളവ്. ചെറിയ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന എ ഡി സിയും സി ഡി ബിയും അന്നല്ല 2 ത്രികോണങ്ങളാക്കി മാറ്റി. ഏത്? സി ഡി എന്ന് പറയുന്ന വര. അപ്പൊ നമുക്ക് അറിയാം എ ബി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഇസ് ഇക്വൽ ടു എ ഡി സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഇസ് ഇക്വൽ ടു ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സിയുടെ പരപ്പളവിന്റെ പകുതിയായിരിക്കും ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി ബി എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി ബി എന്താ? ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ മിഡ് പോയിന്റുമായിട്ട് ഇത് യോജിപ്പിച്ചിരിക്കുന്നു, എയുമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ മിഡ് പോയിന്റ് ഇവിടെ ഇതാ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. സി ഡി ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഒരു ലൈൻ വരച്ചേക്കുന്നത്. ആ പോയിന്റ് ആണ് മിഡ് പോയിന്റ് ആണ് ഇ. അപ്പൊ നമുക്ക് ഇങ്ങനെ എ ഡി സി എ 2 ത്രികോണങ്ങളാക്കി മാറ്റി ഏതാകാം? എ ഡി ഇയും എ ഇ സിയും. എ ഡി ഇയും എ ഇ സിയും. അപ്പം മിഡ് പോയിന്റ് യോജിപ്പിച്ചത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ എ ഡി സി എന്ന ത്രികോണത്തിന്റെ പകുതി പരപ്പളവായിരിക്കും ഈ ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ്. എ ഡി സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പകുതി പരപ്പളവായിരിക്കും ഈ ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ്. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഇസ് ഈക്വൽ ടു ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണല്ലോ. അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി ബി ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇനി സിൻസ് ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി
Since E is the midpoint of CD, then area of triangle ADE is equal to half of area of ADC. Half of area ADE-യുടെ ADE എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ADC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയായിരിക്കും. അതായത് ഹാഫ് ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC. ആ ADC-യുടെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ADC-യുടെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയുടെ പകുതി. അതായത് ഹാഫ് ഇൻറ്റു ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to ഹാഫ് ഇൻറ്റു ഹാഫ് എത്ര? അല്ലെങ്കിൽ ഹാഫിന്റെ ഹാഫ് 1/2 1/2 അല്ലെങ്കിൽ 1/2 ഹാഫ് എത്ര? 1/4. 1/2 of 1/2 area of triangle ABC is equal to 1/4 area of triangle ABC. മനസ്സിലായോ? ഇത് ഈ ADE-യുടെ ഏരിയ എന്ന് പറയുന്നത് ADC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ്. അതായത് ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC. ഇനി ADC-യുടെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഹാഫ് ഓഫ് ട്രയാങ്കിൾ ABC. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഹാഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to 1/4 into area of triangle ABC. Similarly we can prove, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? AEC-യുടെ എങ്ങനെ പരപ്പളവ് എന്ത് പറയാം? നമുക്ക് AEC-യുടെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ഓഫ് ഹാഫ് of area of triangle ADC. That is half into half of triangle area of triangle ABC. That's equal to 1/4 area of triangle ABC. Similarly, we can prove that all other triangles are 1/4 of the area of large triangle ABC. 1/4 of the larger triangle ABC. Similarly, we can prove that all other triangles are 1/4 of the larger triangle. അപ്പോൾ ഈ പഠിപ്പിച്ച രണ്ട് കണക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മൂന്നാമത്തെ കണക്ക് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.